ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊരു 3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ചില്ലി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ വീഡിയോ കണ്ടു നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പൊറോട്ട വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊറോട്ട. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാകും. നമുക്കിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ വേറൊരു കടായി വയ്ക്കുക. അതിൻ്റെ അകത്തേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 പൊറോട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അധികം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടില്ല. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. പിന്നെ 1 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു മീഡിയം ടൈപ്പ് ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടൈപ്പ് സവാള, അതും ഞാൻ ഇതുപോലെ ക്യൂബായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇറച്ചിക്ക് കട്ട് ചെയ്യുന്ന കണക്ക് നീളത്തിനല്ല ഈ സവാള കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഇങ്ങനൊരു ഷേപ്പിൽ വേണം എടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഒന്ന് സോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസ്, അതായത് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കളറ് ഒന്ന് കുറവായിട്ട് തോന്നിയതുകൊണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഗരം മസാല പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സോർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചില്ലി സോസ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നവരുടെയും കൂടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് കേട്ടോ. കൂടുതൽ നമ്മൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്പൈസി ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്നും കൂടെ അതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇട്ടേക്കുമ്പോൾ തന്നെ നല്ലതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് സോസ് ഇനി കുറവാണെങ്കിൽ സോസ് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫുഡ് കളർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പോ മറ്റോ വെള്ളത്തിൽ കലക്കിയിട്ട് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ കളറായിട്ടിരിക്കും. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കളർ ഉണ്ടാവും. നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ ഈ ഒരു കളറിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചില്ലി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കണ്ടല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നത് തൈര് കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്